നിസ്സാരക്കാരനാണെങ്കിലും താരൻ കുറച്ചൊന്നുമല്ല നമ്മളെ ടെൻഷൻ അടുപ്പിക്കാറ്. മുടി കൊഴിച്ചിലും ചൊറിച്ചിലും അസഹ്യമാകുമ്പോഴാണ് താരൻ എന്ന വില്ലനെ പലരും ഗൗരവമായി എടുക്കാറ്. തലയോട്ടിയിലെ ചർമ്മത്തെ ബാധിക്കുന്ന ഈ ഫംഗസ് തലമുടിയുടെ ആരോഗ്യത്തെ സാരമായിട്ട് ബാധിക്കുന്നു. മുടി കൊഴിച്ചിലിനൊപ്പം മുടിയുടെ വളർച്ച തടയുന്നതിനാൽ തന്നെ താരൻ മാറാൻ അല്പം കരുതൽ വേണം. തലച്ചൊറിച്ചിൽ, തലയിൽ വെളുത്ത പൊടികൾ, മുഖത്തേക്കും തോളിലുമെല്ലാം ഈ പൊടികൾ ഇളകി വീഴുക എന്നിവയെല്ലാമാണ് താരന്റെ ആദ്യ ലക്ഷണങ്ങൾ. നിരന്തരമായ ചൊറിച്ചിൽ മൂലം തടിപ്പുകൾ, ഉണലുകൾ, നീരൊലിപ്പ് എന്നിവയും ഉണ്ടാകും. ഇതിനെ സെബോറിക് ഡെർമറ്റൈറ്റിസ് എന്നാണ് പറയുന്നത്. ചൊറിയുമ്പോൾ ശിരോചർമ്മത്തിലുണ്ടാകുന്ന മുറിവുകളിലൂടെ അണുബാധയുണ്ടായി പഴുപ്പ് വരാനും സാധ്യതയുണ്ട്. കൂടുതലായാൽ താരൻ തലയിൽ മാത്രമല്ല മുഖം, കക്ഷം, നെഞ്ച്, പുറം, തുടയിടുക്കുകൾ എന്നിവിടങ്ങളിലെല്ലാം ബാധിച്ച് ചൊറിച്ചിൽ, ഉണലുകൾ, പഴുപ്പ്, നീരൊലിപ്പ് എന്നിവ ഉണ്ടാകുന്നു. താരൻ കൂടുതലാകുമ്പോൾ മുടി കൊഴിച്ചിലും അനുഭവപ്പെടാം. കൃത്യസമയത്ത് മാറ്റാതിരുന്നാൽ ശരീരത്തിലെ ത്വക്കിലേക്കും വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താരൻ വരാതിരിക്കാൻ എപ്പോഴും അല്പം മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ താരൻ തടയാനാകും. ആദ്യം നമുക്ക് എന്താണ് താരന് കാരണമെന്ന് നോക്കാം. താരന് പല കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാന കാരണം മലസേസിയ ഫർഫർ അഥവാ പിറ്ററോസ്പോറം ഓവേൽ എന്ന ഒരു തരം പൂപ്പലുകളാണ്. ശിരോചർമ്മത്തിൽ വസിക്കുന്ന ഒരു നിരുദ്രവകാരിയാണിത്. പക്ഷെ ചില സമയങ്ങളിൽ ഇവ കൂടുതലായിട്ട് വളർന്നു പെരുകി താരനുണ്ടാകുന്നു. താരൻ രണ്ട് തരമുണ്ട്, എണ്ണമയമുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട്. ശിരോചർമ്മത്തിലെ എണ്ണമയം കൂടുന്നത് കൊണ്ടുണ്ടാകുന്നതാണ് എണ്ണമയമുള്ള താരൻ. ശിരോചർമ്മത്തിലെ എണ്ണഗ്രന്ഥികൾ കൂടുതലായിട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നു. അത് പിറ്ററോസ്പോറം എന്ന പൂപ്പലുകൾ വളരാൻ സഹായിക്കും. രണ്ടാമത്തേത് സോപ്പുകൾ, ഷാമ്പുകൾ എന്നിവയുടെ അമിത ഉപയോഗം മൂലം ശിരോചർമ്മം വരണ്ട താരനുണ്ടാകാം. ഇതാണ് വരണ്ട താരൻ. ശരീരത്തിലെ മറ്റു ചില അസുഖങ്ങൾ കൊണ്ടും താരനുണ്ടാകാം. പാർക്കിൻസണിസം എന്ന രോഗമുള്ളവരിൽ താരൻ കാണുന്നു. ഈ അസുഖം മൂലം തലയിൽ എണ്ണമയം കൂടുന്നതാണ് ഇതിന് കാരണം. അതുപോലെ മദ്യപാനികൾ, തടി കൂടിയവർ, ഹൃദ്രോഗികൾ, പ്രമേഹ രോഗികൾ, അപസ്മാര രോഗികൾ എന്നിവരിലും താരൻ കൂടുതലായിട്ട് കാണപ്പെടുന്നു. എയ്ഡ്സ് രോഗികളിൽ താരൻ ഒരു പ്രധാന രോഗലക്ഷണമായി തന്നെ അറിയപ്പെടുന്നു. അവരിൽ പിറ്ററോസ്പോറം ഫംഗസുകൾ വളരെയധികമായിട്ട് വളർന്നു വരുന്നതാണ് ഇതിന് കാരണം. അതുപോലെ ചില വൈറ്റമിനുകളുടെ കുറവും, പ്രത്യേകിച്ച് ബി കോംപ്ലക്സ് വിറ്റാമിനുകളായ ബയോട്ടിൻ, പാൻഡ്രോത്തനിക് ആസിഡ്, റൈബോഫ്ലേവിൻ എന്നിവയുടെ കുറവ് താരന് കാരണമായെന്ന് വരാം. താരൻ എളുപ്പത്തിൽ അകറ്റാനുള്ള 7 മാർഗങ്ങളെ പറ്റിയാണ് ഇനി പറയുന്നത്. ഒന്നാമത്തേത് തലയിലെ എണ്ണമയം നീക്കം ചെയ്യുക. എണ്ണ തേക്കുന്നത് തലമുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുമെങ്കിലും ഏറെ നേരം എണ്ണ മുടിയിൽ തേച്ച് നിൽക്കുന്നത് താരനുണ്ടാകാൻ കാരണമാകും. എണ്ണ തേച്ചതിന് ശേഷം ചെറുപയർ പൊടിച്ചതോ താളിയോ തേച്ച് മുടി കഴുകുക. തണുത്ത കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നതിന് താരനകറ്റാനും മുടിയിലെ എണ്ണമയം നീക്കാനും സഹായിക്കും. രണ്ടാമത്തേത് ചെറുനാരങ്ങ നീരും തൈരും. താരനുണ്ടാകുമ്പോൾ വരുന്ന മറ്റൊരു പ്രധാന പ്രശ്നം തലയിലെ ചർമ്മം വരണ്ടു പോകുന്നതാണ്. ഇത് അകറ്റാനായി അല്പം ചെറുനാരങ്ങാ നീര് വെള്ളത്തിൽ ചേർത്ത് തലമുടി കഴുകുക. പക്ഷെ ഒരു കാരണവശാലും ചെറുനാരങ്ങാ നീര് മാത്രം തലയോട്ടിൽ തേച്ച് പിടിപ്പിക്കരുത്. വെള്ളത്തിലോ തൈരിലോ ചേർത്ത് മാത്രം ഉപയോഗിക്കുക. മൂന്നാമത്തേത് കറ്റാർവാഴയുടെ നീരാണ്. വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന കറ്റാർവാഴയുടെ നീര് മുടി വളരാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നു. എണ്ണമയം നീക്കം ചെയ്ത ശേഷം തലയോട്ടിയിൽ കറ്റാർവാഴയുടെ നീര് നന്നായി തേച്ച് പിടിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. ശേഷം കഴുകി കളയാം. നാലാമത്തേത് വേപ്പിന്റെ നീരും വെളിച്ചെണ്ണയുമാണ്. മിക്ക ത്വക്ക് രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധമാണ് വേപ്പ്. താരനകറ്റാനും വേപ്പിന്റെ നീര് നല്ലൊരു മരുന്നാണ്. അല്പം വെളിച്ചെണ്ണയിലോ തൈരിലോ വേപ്പിന്റെ നീര് ചേർത്ത് തലയിൽ തേക്കുന്നത് താരനകറ്റാൻ സഹായിക്കും. അഞ്ചാമത്തേത് ഉണക്ക നെല്ലിക്കാപ്പൊടിയാണ്. ഉണങ്ങിയ നെല്ലിക്കാപ്പൊടി തുളസി ഇലയ്ക്കൊപ്പം അരച്ച മിശ്രിതം തലയിൽ തേച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് താരനകറ്റാൻ ഫലപ്രദമായ ഒരു മാർഗമാണ്. അടുത്തത് ഒലീവ് ഓയിലാണ്. അല്പം ആൽമണ്ട് ഓയിലിനൊപ്പം ഒലീവ് ഓയിലും ചേർത്ത് തലയിൽ തേക്കുന്നത് താരൻ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇതുകൂടാതെ പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കേണ്ടത് മുടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഏറെ അത്യാവശ്യമാണ്. അതിനായിട്ട് ധാരാളം ഇലക്കറികളും ഫ്രൂട്ട്സും ഒക്കെ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.